ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് അക്വേറിയം വാട്ടർ ഫിൽറ്ററാണ്. നമുക്ക് വീട്ടിൽ തന്നെ അക്വേറിയം വാട്ടർ ഫിൽറ്റർ നിർമ്മിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെ നിർമ്മിക്കാമെന്ന്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതിനായിട്ട് ആദ്യം നമുക്കൊരു ബോട്ടിലാണ് ആവശ്യം. നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടപ്പ് ഊരി മാറ്റിയതിന് ശേഷം ഇവിടെ നമുക്ക് പൈപ്പ് ഇറങ്ങാനുള്ള ഒരു തുളടണം. ഞാൻ ഇവിടെ ഡ്രില്ലർ മെഷീൻ കൊണ്ടാണ് തുളടുന്നത്. നിങ്ങൾക്ക് പിന്നെ ഒരു കമ്പി ചൂടാക്കിയിട്ടോ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ നിങ്ങൾക്ക് തുളടാവുന്നതാണ്. ഇവിടെ ഒരു തുളട്ടിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ പൈപ്പ് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ കണക്ടർ നമുക്കിവിടെ ബ്ലൂ ഗൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ബ്ലൂ ഗൺ കൊണ്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ബ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് വശവും അതുപോലെ തന്നെ നമുക്ക് ബ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഒട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ തുളട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ അടപ്പിൻ്റെ ചുറ്റുഭാഗം തുളട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ചുറ്റുഭാഗം തുളട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിലിൻ്റെ ഈ എല്ലാ സൈഡ് ഭാഗവും നമുക്ക് മാക്സിമം കഴിയുന്ന അത്ര തുളട്ട് കൊടുക്കണം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഷോൾഡർ മെഷീൻ തന്നെയാണ്. അപ്പം നമ്മൾ കുപ്പിയുടെ എല്ലാ ഭാഗത്തും ഓട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. മാക്സിമം കഴിയുന്ന അത്രയും ഓട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ മെഷീൻ കൊണ്ടാണ് ഓട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കമ്പി ഉപയോഗിച്ച് വേണമെങ്കിലും ഓട്ടിടാം. ഓക്കെ, ഇനി നമുക്കിത് വെള്ളത്തിൽ താന്ന് കിടക്കുന്നതിന് വേണ്ടി നമ്മൾ അല്പം കല്ല് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഞാൻ അക്വേറിയത്തിൽ തന്നെ ഉപയോഗിക്കുന്ന കല്ലാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഏത് കല്ല് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് താന്ന് കിടക്കാനുള്ള ഏത് മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇനി അതിനുശേഷം നമ്മൾ ഇതിൽ നിന്നും ഒരു പൈപ്പ് കണക്ട് ചെയ്ത് ഒരു പൈപ്പ് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് എത്തുന്ന രീതിയിലുള്ള ഒരു പൈപ്പ് നമുക്ക് ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം. പൈപ്പിൻ്റെ പീസ് മുറിച്ചെടുക്കാം. ഓക്കെ, അത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ അല്പം സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ഈ സ്പോഞ്ച് നമുക്ക് ഫാൻസി കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ അളവിനനുസരിച്ച് ഇതിൻ്റെ പാകത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ സ്പോഞ്ച് ഈ ഒരു ആകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുപ്പിയുടെ അകത്തേക്ക് ഇതുപോലെ ആക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് തുളട്ട് കൊടുക്കണം. അതിനായിട്ട് വീണ്ടും ഞാൻ ഷോൾഡറിങ് മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് പുറത്തെടുത്തതിന് ശേഷം തുളട്ട് കൊടുക്കാം. ഇവിടെ ഒരു തുളട്ട് കൊടുത്തിട്ടുണ്ട്. ആ തുളക്കകത്തിലൂടെ നമുക്ക് ഈ മൂടിമേ കണക്ട് ചെയ്ത പൈപ്പ് ഇറക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഇറക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഫിൽറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫിൽറ്റർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ടെസ്റ്റിലേക്ക് പോകാം. നമ്മൾ ഇത്രത്തോളം വളരെ മോശമായ ഒരു അക്വേറിയം എടുത്തിട്ടുണ്ട്. അതിൽ കുറേ വേസ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ വെള്ളത്തിൻ്റെ വൃത്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനായിട്ട് നമ്മൾ ഇനി അത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എയർ പമ്പ് എടുത്തിട്ടുണ്ട്. ഈ എയർ പമ്പ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം, വർക്കിംഗ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. അല്പം വെള്ളം കമ്മിയുണ്ട്, ഞാൻ ഇതൊന്ന് ഫുള്ളാക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ വെള്ളം ഫുള്ളാക്കിയത് നമ്മൾ ഈ അടപ്പിൻ്റെ മുകളിലിട്ട ഈ തുള വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, എങ്കിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം ശരിക്കും പ്രവർത്തിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി എയർ പമ്പിലേക്ക് ഇത് കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എയർ പമ്പ് ഓൺ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് എത്രത്തോളം ഈ വെള്ളം ഫിൽറ്റർ ആണെന്ന് നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് വരെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റിന് ശേഷം എന്താണ് ഇതിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നല്ല മാറ്റം വെള്ളത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഏകദേശം ഒരു 5 മിനിറ്റായി ഇത് ഓണാക്കിയിട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ നോക്ക്, ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഞാനത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മാക്സിമം ഇത് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തത്. നമ്മളുടെ ഫിൽറ്റർ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി നമുക്ക് ആ ഫിൽറ്റർ പുറത്തെടുത്തിട്ട് അതിൽ എത്രത്തോളം അഴുക്ക് പറ്റിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നമ്മളെ ഫിൽറ്റർ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഫിൽറ്ററിനെ പുറത്തെടുക്കാം. ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ തുറന്നെടുക്കുക. എന്നിട്ട് ഇത് പുറത്തേക്ക് വെക്കുക. ഈ ഫിൽറ്റർ മാത്രം പുറത്തെടുക്കുക. നമുക്ക് പിഴിഞ്ഞ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഇതിലുണ്ടായിരുന്ന അഴുക്കൊക്കെ ഏകദേശം പോന്നിട്ടുണ്ട്. ഈ വള്ളത്തിൻ്റെ വൃത്തി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം ഇതിലേക്ക് ഈ ഫിൽറ്റർ ഇറക്കി വെക്കുമ്പോൾ എത്രത്തോളം വൃത്തി ഉണ്ടായിരുന്നെന്നും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, അതായത് സോപ്പൊന്നും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് പൈപ്പിൻ്റെ അടിയിൽ കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ ഒന്നുകൂടി വൃത്തിയാവും. അതിനുശേഷം വീണ്ടും നമുക്ക് ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.